ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് എവിടെ പോകുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഞാൻ തന്നെ പറയാം. ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ശോഭികയിലേക്ക് പോവാന്ന്. ഏപ്രിൽ 8-നായിരുന്നു എൻ്റെ പിറന്നാൾ, പക്ഷെ ഇത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ നമ്മൾ ശോഭികയിൽ പോവാണ്. ശോഭിക്കെത്തി. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിൽ കയറാൻ പോകുന്നത്. എന്താ വിഷുവിൻ്റെ ടൈം അടുപ്പിച്ചിട്ടാണല്ലോ ബർത്ത്ഡേ. അതുകൊണ്ട് മറ്റേ കണിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ നമ്മൾ കിഡ്സിൻ്റെ സെക്ഷൻ മുകളിലാണ്. അതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് എത്തി. കണ്ണട കണ്ടപ്പോൾ പൊന്നൂസ് അവിടെ ഒന്ന് സ്റ്റക്കായതാണ്. അല്ല പൊന്നൂസേ? നല്ല രസമുണ്ടായി. നല്ല സെലക്ഷനും ഉണ്ടായിന്. നല്ല ഡ്രസ്സുണ്ടായിന്. ഫ്രോക്കായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഫ്രോക്ക് വാങ്ങിയിട്ടിട്ട് ഷെൽഫിൽ കൊണ്ടുവെക്കുന്നതല്ലാതെ അങ്ങനെ ഇടുകയൊന്നുമില്ല. ഇവർക്ക് എപ്പോഴും ഇതുപോലെ ട്രൗസർ, 3/4 പാൻറ്റ്, ടീഷർട്ട്, ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. ഫ്രോക്കൊക്കെ കുറേ ഷെൽഫിനകത്തുണ്ട്. എല്ലാം മടക്കി കെട്ടി വെച്ചിട്ടുണ്ട്. പുതിയത് 1-2 തവണ കെട്ടിട്ട് തന്നെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രോക്ക് വേണ്ടെന്നുള്ള അതേ പറഞ്ഞു. പക്ഷേ ഫ്രോക്ക് കാണാൻ നല്ല രസമുണ്ട്. നല്ല കളർഫുള്ളായിട്ട് നല്ല പാവക്കുട്ടിക്കൊക്കെ ഇട്ടതുപോലെ ഉണ്ട്. അങ്ങനെ കുറേ നോക്കിയപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിന് പൊന്നൂസിനെ കൊണ്ടൊന്ന് അടിയിപ്പിച്ച് ഒരു പിങ്കും വൈറ്റും ആയിട്ടുള്ളത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രോക്ക് എടുക്കണോ എന്ന് നോക്കിക്കൊണ്ട് നിന്നു. പക്ഷേ ഡെയിലി യൂസിന് നമ്മൾ അങ്ങനെ ഇടുകയൊന്നുമില്ലല്ലോ. അങ്ങനെ എൻ്റെ ആഗ്രഹത്തിന് പൊന്നൂസിനെ കൊണ്ടുവന്ന് ഇടിയിപ്പിച്ച് നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ കാണുന്നതിനേക്കാളും നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിശന്നൊരു വിധമായി. അങ്ങനെ ഞാനും പൊന്നൂസും കൂടി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ. ബിരിയാണി. പൊന്നൂസ് എവിടെ പോയാലും ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത് ബിരിയാണി കഴിക്കാൻ. അങ്ങനെ ബിരിയാണിക്ക് ഓർഡറും കൊടുത്ത് അങ്ങനെ വെയിറ്റിംഗ്. അങ്ങനെ ബിരിയാണിക്ക് വന്ന് കിട്ടിയ പാടെ തന്നെ 2 പ്ലേറ്റിലും ആക്കി. പിന്നെ പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ വാങ്ങി. പൊന്നൂസിൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് പൊറോട്ടയും ചില്ലിയും. പക്ഷേ ഉച്ച സമയം ആയതുകൊണ്ട് ചോറ് തിന്നണമെന്ന് വിചാരിച്ചതുകൊണ്ട് ഒരു ബിരിയാണി വാങ്ങി ഞാനും പൊന്നൂസും ഷെയർ ചെയ്ത്. പിന്നെ പൊറോട്ടയും ചില്ലിയും വാങ്ങി. അങ്ങനെ പൊന്നൂസ് അതും കൊണ്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു. മെല്ലെ തിന്നു. ഒരു നാരങ്ങയൊക്കെ പിഴിഞ്ഞ് എടുത്ത് വേണ്ട പൊന്നൂസിൻ്റെ പണി. കുറേ നേരം അതും കൊണ്ട് അങ്ങനെ കളിച്ചു. ഗൈസ്, ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പൊറോട്ടയും ബിരിയാണി എൻ്റെ ജീവനാണ്. ഏത് ഹോട്ടലിൽ പോയാലും അതേ ഞാൻ സെലക്ട് ചെയ്യൂലു. അപ്പം ബിരിയാണി പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് പൊറോട്ട തിന്നു. മെല്ലെ ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല മെല്ലെ തിന്നു. എത്ര തിന്നാലും പൊന്നൂസിൻ്റെ കൊതി തീരാത്ത സാധനമാണ് ചിക്കൻ. ചിക്കൻ എങ്ങനെ ആക്കി കൊടുത്താലും ഇരുന്നങ്ങ് തിന്നോളും. അല്ല പൊന്നൂസേ? എത്ര തിന്നാലും മതിയാവുന്നില്ല പൊന്നൂസിന്. കാലി. പിന്നെ ചിക്കൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പൊന്നൂസ് എപ്പോഴും സെലക്ട് ചെയ്യുന്നത് ലെഗ് പീസ്. വീട്ടിലിനി എപ്പോഴും ചിക്കൻ കറി വെക്കാനെങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ലെഗ് പീസ് എടുത്ത് വേറെ തന്നെ ഫ്രൈ ചെയ്യും. ലെഗ് അത് പൊന്നൂസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അല്ല പൊന്നൂസേ? നല്ല ടേസ്റ്റാണ് ഗൈസ്. ലെഗും ബിരിയാണിയും പൊറോട്ട എല്ലാം എൻ്റെ ജീവനാണ്. പൊറോട്ടയ്ക്ക് എന്തായാലും ഞാൻ ചില്ലി ചിക്കനേ വാങ്ങും. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലാതെ ചില്ലറ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ടൈം 7 മണിയോളമായി. പിന്നെ നമ്മൾ ബസ്സിനകത്ത് തന്നെയാണ്. ഗൈസ്, ഇതാണ് എൻ്റെ ബർത്ത്ഡേ കേക്ക്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട? അപ്പോൾ നമ്മളെ ബർത്ത്ഡേ തുടങ്ങിയാണ്. ബലൂണെല്ലാം തൂക്കി നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. കുറേ ബലൂൺ വാങ്ങിച്ചു. നല്ല കളർഫുള്ളാണ്.
നമ്മൾ രണ്ടാളും എൻജോയ് ചെയ്ത് എന്നെക്കാളും ബലൂണാക്കുമ്പോൾ അല്ലേ എല്ലാം കൂടി പൊട്ടിച്ചത്. ബലൂണ് ഊതുന്നതിനേക്കാളും ബലൂണ് പൊട്ടിക്കൽ മത്സരമായിരുന്നു. അച്ചാച്ചൻ ഒരു ഭാഗത്ത്, അമ്മമ്മ ഒരു ഭാഗത്ത്, പൊന്നൂസ് ഒരു ഭാഗത്ത് അല്ലേ. എല്ലാം പൊട്ടിച്ച് അവരെ കെട്ടി കഴിഞ്ഞതിന് ശേഷമാണ് വാവൂസ് വന്നത്. അത് കേക്കെല്ലാം നമ്മളെ കാര്യത്തിലേക്ക് അടക്കുകയാണ്. പൊന്നൂസും വാവൂസും കൂടി കേക്ക് മുറി നടത്തുന്നു. ലവ് ഷേപ്പിൽ മുട്ടായിയൊക്കെ വെച്ച് നല്ല പാണ്ടായിരുന്നു ഗൈസ്. എന്താ ഞാൻ ജനിച്ചത് 2016 ഏപ്രിൽ 8 12:23 AM രേവതി നക്ഷത്രം. ഞാൻ ജനിച്ചതല്ല, പൊന്നൂസ് ജനിച്ചത്. പൊന്നൂസ് എന്താ ഉണ്ടാത്ത് ഒന്നല്ലപ്പാ. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ അടിപൊളിയാണ്. പൊന്നൂസിൻ്റെ കേക്കിലും മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് അല്ലേ. എൻ്റെ വക അമ്മ, എൻ്റെ വക പൊന്നൂസിന്, പിന്നെ അമ്മമ്മ ഒരു ഭാഗത്ത്. പൊന്നൂസിന് ലവ് ആക്കി കൊടുത്തില്ല. പൊന്നൂസിന് ലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ലവിൻ്റെ സാധനം എന്ത് കണ്ടാലും പൊന്നൂസ് അത് വാങ്ങിക്കും. അത് വാവൂസിൻ്റെ വക ഒരു ഡ്രസ്സ്, എൻ്റെ വക പൊന്നൂസാണത്. ഇപ്പം കാണാം, അതെന്തെന്ന് കാണാം. സർപ്രൈസ് അടിപൊളി. പൊന്നൂസ് കുറേ നാളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സാധനമാണത്. അതൊരു പൊന്നൂസിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാതെ വിചാരിച്ചു. അല്ലാതെ ബാക്കിയൊക്കെ വിഷുണ്ട്, പൂരം ഒരു ഭാഗത്ത് എല്ലാം ഇല്ലേ, അതിനെല്ലാം വാങ്ങിച്ച്. പൊന്നൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, പൊന്നൂസ് കുറേ കാലമായിട്ട് പറയുന്ന സാധനമായിരുന്നു ഗിഫ്റ്റ് കൊടുത്തത്. ഇത് പൊന്നൂസ് ഇത് ഡയറി മിൽക്ക് സിൽക്ക്. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.